ഹലോ എവരി വൺ. സോ നമ്മളിന്ന് മാനേജ്മെൻറ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട MCQ ഡിസ്കഷനാണ് ഈ ഒരു സെഷനിൽ പ്ലാൻ ചെയ്യുന്നത്. സോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏരിയ. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ ത്രൂ ഔട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഏരിയാസ് ടച്ച് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോവുക. ഇതൊക്കെയാണ് നമ്മുടെ എയിം. സോ 10 ടോപ്പിക് ഏരിയാസും കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റിയായിരിക്കും ഈ സെഷൻ ത്രൂ ഔട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് മെൻ്റൽ റെവല്യൂഷൻ ആസ് പെർ FW ടൈലർ? ടൈലറുടെ പെർസ്പെക്റ്റീവിൽ മെൻ്റൽ റെവല്യൂഷൻ കൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സോ ആസ് വി നോ, നമുക്ക് രണ്ട് മേജർ തിയറീസ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ഫയോളിസത്തെ പറ്റിയും ടൈലറിസത്തെ പറ്റിയും കൃത്യമായിട്ടുള്ള അവയർനെസ് നമുക്ക് ആവശ്യമാണ്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഈ രണ്ട് ക്വസ്റ്റ്യൻ ഏരിയയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. സോ ഫയോളിൻ്റെ ബേസ് ചെയ്തിട്ട് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിനെ പറ്റിയും ടൈലറുമായി ബന്ധപ്പെട്ട ടൈലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കൺസെപ്റ്റിനെ പറ്റിയും. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം സയൻറ്റിഫിക് ടൂൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ ദി സെൻസ് ദാറ്റ് അദ്ദേഹം ജസ്റ്റ് പ്രിൻസിപ്പിൾസ് പറയുക മാത്രമല്ല, പ്രിൻസിപ്പിൾസ് അറ്റൈൻ ചെയ്യാനുള്ള വേയ്സ് കൂടി, എന്താണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾ, അത് അറ്റൈൻ ചെയ്യാനുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് കൂടി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഒരു സയൻറ്റിഫിക് വേയിലുള്ള അപ്രോച്ച് എന്ന് പറയാനുള്ള കാരണം. അത് നമ്മളിപ്പോൾ പ്രിൻസിപ്പിൾസ് പറയുകയാണെങ്കിൽ പ്രിൻസിപ്പിൾസിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഓരോ പ്രിൻസിപ്പിളും അറ്റൈൻ ചെയ്യാനുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് ലൈക്ക് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പോലുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിനെ പറ്റിയും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഏരിയയും അതുമായി ബന്ധപ്പെട്ടാണ്. സോ മെൻ്റൽ റെവല്യൂഷൻ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ 1 പറയുന്നത് ഇറ്റ് ഇംപ്ലൈസ് എ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു മാറ്റം. ദെൻ ഓപ്ഷൻ 2, മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് ഷുഡ് നോട്ട് പ്ലേ ദി ഗെയിം ഓഫ് വൺ അപ്മാൻഷിപ്പ്. വൺ അപ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം, ഡിഫറൻ്റ് ആയിട്ട് നിൽക്കരുത് എന്നുള്ളൊരു കൺസെപ്റ്റ്, ഞങ്ങളാണ് വലുത് എന്നുള്ള ആ കൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമതായിട്ട് ബോത്ത് മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് റിക്വയർ ഈച്ച് അതർ. ആൻഡ് ഫൈനലി വർക്കേഴ്സ് ഷുഡ് ബി പെയ്ഡ് മോർ വേജസ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും പറയുന്നത് ഏതാണ്ട് മെൻ്റൽ റെവല്യൂഷനുമായിട്ട് അടുത്ത് നിൽക്കുന്ന കൺസെപ്റ്റാണ്. അതായത് രണ്ടുപേരുടെയും ചിന്താഗതിയിൽ മാറ്റം വരണം എന്നുള്ളത് തന്നെയാണ്. അതായത് വൺ അപ്മാൻഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ട് കാര്യമില്ല. അത് രണ്ടുപേരും ഈക്വലാണ്, രണ്ടുപേർക്കും രണ്ടുപേരെയും ആവശ്യമാണ് എന്നുള്ള ഒരു ഐഡിയോളജി മുന്നിൽ വെച്ചുകൊണ്ട് വേണം ഈ എല്ലാ ഇൻഡിവിജ്വൽസും പെരുമാറാൻ എന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം തന്നെ ബോത്ത് മാനേജ്മെൻറ്റ് ആൻഡ് വർക്കർ റിക്വയർസ് ഈച്ച് അതർ, അതും എന്താണ് പറയുന്ന തിയറിയുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ എന്താണ് മെൻ്റൽ റെവല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇംപ്ലൈസ് ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്. നിലവിലുള്ള ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം, അത് ഫ്രം ഇൻ ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് വർക്കർ ആസ് വെൽ ആസ് മാനേജർ, രണ്ടുപേരുടെയും ചിന്താഗതിയിൽ മാറ്റം വരണം. രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡ് ആ രീതിയിൽ രണ്ടുപേരും പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്. അതനുസരിച്ച് ഓർഗനൈസേഷൻ ഗ്രോ ചെയ്താൽ മാത്രമേ രണ്ടുപേർക്കും ബെനിഫിറ്റ് കിട്ടൂ എന്നുള്ള ചിന്താഗതി രണ്ട് പാർട്ടീസിനും വരണം എന്നുള്ളതാണ് FW ടൈലർ പറഞ്ഞത്. FW ടൈലറുടെ പ്രിൻസിപ്പിൾസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് ലൈക്ക് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പോലെ, വർക്ക് സ്റ്റഡി പോലെ ഉള്ള ഓരോ ടൂൾസ് ആൻഡ് ടെക്നിക്സും എന്താണെന്നും കൃത്യമായിട്ട് നമ്മൾ നോക്കണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? നമ്മൾ ഈ കണ്ട അതേ ക്വസ്റ്റ്യൻ ഏരിയയാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് FW ടൈലറാണ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ ഹെൻറി ഫയോൾ. എൽട്ടൺ മയോ, മാക്സ് വെബർ ബിഹേവിയറൽ തിയറീസുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട പേരുകൾ എല്ലാം ഉണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഏരിയ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻ ഏരിയ. ലൈക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആണെങ്കിൽ കൺസെപ്റ്റുകൾ എന്താണ്, ഇവർ പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്ന ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് എന്താണ്, ആ തിയറീസ് എന്താണ്, അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഏരിയാസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിലും സെയിം ക്വസ്റ്റ്യൻ ഏരിയ റിപ്പീറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ ഏരിയ അതേപടി തന്നെ അടുത്ത വർഷങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ലെറ്റ് മീ മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ, ദി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ലൈസ് ഇൻ. സെൻട്രലൈസേഷൻ കൺസെപ്റ്റും ഡീസെൻട്രലൈസേഷൻ കൺസെപ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതോറിറ്റി ഡിസ്ട്രിബ്യൂഷൻ, മോട്ടിവേഷണൽ ടെക്നിക്സ്, ബഡ്ജറ്റ് കൺട്രോൾ, ഓർഗനൈസേഷണൽ കൾച്ചർ. സോ
സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, ഈ രണ്ട് കൺസെപ്റ്റും പറയുന്നത് എന്താണ്? അതോറിറ്റി എത്രമാത്രം കോൺസെൻട്രേറ്റഡ് ആണ്, അതോറിറ്റി എത്രമാത്രം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയാണ് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും പറയുന്നത്. സോ സെൻട്രലൈസേഷൻ പറയുന്നത് സെൻട്രലൈസ്ഡ് അതോറിറ്റിയെ പറ്റിയും, അതേസമയം ഡീസെൻട്രലൈസേഷൻ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള അതോറിറ്റി സ്ട്രക്ചറിനെ പറ്റിയുമാണ് പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ നമുക്കിവിടെ റൈറ്റ് ആൻസർ ഏത് പറയാം? അതോറിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതോറിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ബിക്കോസ് സെൻട്രലൈസ്ഡ് ആണെങ്കിൽ അതോറിറ്റി ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്. വെൻ ഇറ്റ് കംസ് ടു ഡീസെൻട്രലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ഉണ്ട്, അവരിലേക്ക് അതോറിറ്റി പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് അതോറിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ മാനേജീരിയൽ ഇക്കണോമിക്സ്, അവിടെ നമ്മൾ മാനേജീരിയൽ ഇക്കണോമിക്സ് ഏരിയയിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് യൂസ്ഡ് ടു അനലൈസ് കൺസ്യൂമർ പ്രിഫറൻസസ്? മാനേജീരിയൽ ഇക്കണോമിക്സ് ഏരിയ കൺസ്യൂമർ പ്രിഫറൻസസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? അവിടെ ഓർക്കുക, നമുക്കിവിടെ ഓപ്ഷൻ പ്രകാരം ഐസോക്വൻ്റ് ഉണ്ട്, ഇൻഡിഫറൻസ് കർവ് ഉണ്ട്, ഡിമാൻഡ് കർവ് ഉണ്ട്, ബഡ്ജറ്റ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്? സോ റൈറ്റ് ആൻസർ ഈസ് ഡെഫിനറ്റ്ലി മാനേജീരിയൽ ഇക്കണോമിക്സിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചുകൊണ്ടാണ് കൺസ്യൂമർ പ്രിഫറൻസ് അനലൈസ് ചെയ്യുന്നത്. അതായത് ഇൻഡിഫറൻസ് കർവിൽ നമുക്ക് രണ്ട് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ്, അതിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് യൂട്ടിലിറ്റി വരുന്ന ആ ഒരു ലെവലിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. സോ ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആയിട്ട് വരുന്ന സിറ്റുവേഷൻ, ഡിഫറൻസ് ഇല്ലാത്ത രണ്ട് കോമ്പിനേഷൻസ്, അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് യൂട്ടിലിറ്റിയും കൺസ്യൂമർ ചോയ്സ് പ്രിഫറൻസും മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഇപ്പോൾ ഐസോക്വൻ്റ് ആണെങ്കിൽ ഐസോക്വൻ്റ് പ്രൊഡക്ഷൻ തിയറിയുമായി ബന്ധപ്പെട്ടാണ് അവിടെ നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിനെ പറ്റിയല്ല ഐസോക്വൻ്റ് കർവ് പറയുന്നത്. ഡിമാൻഡ് കർവ് പറയുന്നത് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കൺസെപ്റ്റിനെ പറ്റിയാണ്. ദെൻ ബഡ്ജറ്റ് ലൈൻ ആണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഇൻകം കൺസ്ട്രെയിൻസ്, അതായത് എങ്ങനെയാണ് പ്രിഫറൻസസ്, കൺസ്യൂമറുടെ പ്രിഫറൻസസിൽ ഇൻകം എങ്ങനെ ബാധിക്കുന്നു, അത് ബഡ്ജറ്റ് ലൈനിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. എനിവേ ഐസോക്വൻ്റ്, ദെൻ എന്താണ് ഇൻഡിഫറൻസ് കർവ്, ബഡ്ജറ്റ് കർവ് എന്താണ്, ദെൻ വാട്ട് ഈസ് ഡിമാൻഡ് ലൈൻ തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകൾ ഓർക്കുക. ഇനി നമ്മളുടെ പ്രിപ്പറേഷൻ ഏതാണ്ട് അവസാനത്തെ സ്റ്റേജുകളിലേക്ക് വരുവാണ്. അപ്പോൾ കോമ്പറ്റിറ്റീവ് ക്രാക്ക് 8 മണിക്കൂറത്തെ മെഗാ മാരത്തോൺ സെഷൻ അറേഞ്ച് ചെയ്യുന്നു. നാളെയാണ് ഡേറ്റ്, ജൂൺ 6. സോ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ഒരു കവറേജിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമാണുള്ളത്. ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് ഓരോ ടോപ്പിക് ഏരിയാസും, അതായത് ജനറൽ പേപ്പറിലേക്ക് വരുമ്പോൾ 10 ടോപ്പിക് ഏരിയാസ് നമുക്കുണ്ട്, ആ 10 ടോപ്പിക് ഏരിയാസും കൃത്യമായിട്ട് കവർ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്യുന്നത്. സോ അറ്റൻഡ് ചെയ്യുക ആൻഡ് യു വിൽ ബി ബെനിഫിറ്റഡ്. കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനൊക്കെ താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ മതി. താഴെ കാണുന്ന ലിങ്ക് വഴി നിങ്ങൾക്കതിൽ രജിസ്റ്റർ ചെയ്യാം. സോ നാളെയാണ്, എല്ലാവരും മിസ്സാക്കാതെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ വിച്ച് മാർക്കറ്റ് സ്ട്രക്ചർ ആർ ഫേംസ് പ്രൈസ് ടേക്കേഴ്സ്? ഏത് മാർക്കറ്റ് സ്ട്രക്ചറിലാണ് ഫേം പ്രൈസ് ടേക്കറായിട്ട് ആക്ട് ചെയ്യുന്നത്? മോണോപ്പൊളി, ഒളിഗോപ്പൊളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. സോ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതിലാണ് ഫേംസ് പ്രൈസ് ടേക്കേഴ്സ് ആയിട്ട് മാറുന്നത്? മോണോപ്പൊളി ആണെങ്കിൽ ദേ ആർ പ്രൈസ് മേക്കേഴ്സ്, അവരാണ് പവർഫുൾ, ഓൾ പവർഫുൾ ആണ്. സോ അവർ പ്രൈസ് മേക്കേഴ്സ് ആയിട്ട് മാറും. ഒളിഗോപോളിയിലും വളരെ കുറച്ച് സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ, കൺസെപ്റ്റ് വലിയ ഡിഫറൻസ് വരുന്നില്ല. എന്നാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത്? പ്രൈസ് അവർ ടേക്കേഴ്സ് ആയിട്ട് മാറും. സോ അവരെ സംബന്ധിച്ച് പ്രൈസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള പവർ ഫേംസിന് നഷ്ടപ്പെടുകയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ബാരിയർ? സോ നമുക്ക് ചില കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് തന്നിട്ടുണ്ട്. ഫിൽറ്ററിംഗ്, ലാംഗ്വേജ്, ഗ്രേപ്പ് വൈൻ, സ്റ്റാറ്റസ് ഡിഫറൻസ്. സോ ദീസ് ആർ സം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ഇതിൽ കമ്മ്യൂണിക്കേഷൻ ബാരിയർ അല്ലാത്തത്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ബാരിയർ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫിൽറ്ററിംഗ് എന്താണ്? നമ്മൾ ഒരു ഐഡിയ കേട്ടതിന് ശേഷം മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം നമുക്ക് തോന്നുവാണ് ഇതിൽ ഇന്ന കാര്യങ്ങൾ മാത്രമേ റെലവൻ്റ് ആയിട്ടുള്ളൂ. ആ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ സെക്കൻഡ് പാർട്ടിയിലേക്ക് പാസ് ചെയ്യുന്നത്. അതേസമയം ആ മെസ്സേജിൻ്റെ എൻറ്റയർ തിങ് നമ്മൾ പലപ്പോഴും മൊത്തമായിട്ട് പാസ് ചെയ്യുന്നൊരു കൺസെപ്റ്റ് ഇല്ല. നമ്മൾ കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഏതൊക്കെ കൺസെപ്റ്റാണോ അത് മാത്രമാണ് സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തിക്കുന്നത്. ഇതിനെയാണ് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. ദെൻ ലാംഗ്വേജ് ഈസ് ഓൾസോ എ കമ്മ്യൂണിക്കേഷൻ ബാരിയർ. സ്റ്റാറ്റസ് ഡിഫറൻസ്, സീനിയർ ജൂനിയർ, അങ്ങനെയുള്ള കൺസെപ്റ്റും കമ്മ്യൂണിക്കേഷൻ ബാരിയറായിട്ട് ആക്ട് ചെയ്യും. എന്നാൽ ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ നെറ്റ്വർക്കാണ്.
ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഫ്ലോ ചെയ്യാവുന്ന ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ് ഗ്രേ പോയിന്റ്. സോ താഴെ തന്നിരിക്കുന്നതിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ബാരിയർ അല്ലാത്തത് ഗ്രേ പോയിന്റ് ആണ്. ഇറ്റ് ഈസ് ദി നെറ്റ്വർക്ക് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ ദി ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ചേഞ്ച് ദി പ്രൈസ് ഈസ് കോൾഡ്. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിൽ ഡിമാൻഡ് എത്രമാത്രം, ഡിമാൻഡ് ചേഞ്ച് ഇൻ പ്രൈസ്. സോ പ്രൈസിലെ ചേഞ്ച് ഡിമാൻഡിന് എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നു. ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ക്രോസ് ഇലാസിറ്റി, ഇൻകം ഇലാസിറ്റി, പ്രൈസ് ഇലാസിറ്റി, സപ്ലൈ ഇലാസിറ്റി. സോ നോക്കുക, ഇവിടെ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ക്രോസ് ഇലാസിറ്റി? ക്രോസ് ഇലാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ഹൗ ഡിമാൻഡ് ചേഞ്ചസ് ഫോർ വൺ ഗുഡ്സ് വിത്ത് ദി പ്രൈസ് ഓഫ് അനദർ ഗുഡ്സ്. ക്രോസ് ആണ്, അതായത് ഒരു ഗുഡ്സിൻ്റെ പ്രൈസിലുള്ള വേരിയേഷൻ കാരണം മറ്റൊരു ഗുഡ്സിൻ്റെ ഡിമാൻഡിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്. ഇത് ക്രോസ് ഇലാസിറ്റി. ഇൻകം ഇലാസിറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് മെഷേഴ്സ് ഡിമാൻഡ് ചേഞ്ചസ് വെൻ കൺസ്യൂമർ ഇൻകം ചേഞ്ചസ്. കൺസ്യൂമറുടെ ഇൻകത്തിലുള്ള മാറ്റം ഡിമാൻഡിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു. ഇതാണ് ഇൻകം ഇലാസിറ്റി. സപ്ലൈ ഇലാസിറ്റി ആണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു സപ്ലൈ, ഹൗ സപ്ലൈ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുള്ള ചേഞ്ച് ഡിമാൻഡ് അല്ല, പ്രൈസിലുള്ള ചേഞ്ച് സപ്ലൈ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതാണ് സപ്ലൈ ഇലാസിറ്റി, ഡിമാൻഡ് അല്ല. സോ ഡിമാൻഡ് ഇലാസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് പ്രൈസ് ഇലാസിറ്റി. ഡിമാൻഡിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് പ്രൈസ് ഇലാസിറ്റിയാണ്. സോ ദാറ്റ് ഈസ് ദി കൺസെപ്റ്റ്. ഓക്കെ, സോ പ്രൈസിലുള്ള ചേഞ്ച് കാരണം ഡിമാൻഡിൽ എന്ത് വേരിയേഷൻ വരും എന്നുള്ള ആ ഒരു ഡിഗ്രി ഓഫ് ചേഞ്ചിൻ്റെ റെസ്പോൺസീവ്നെസ്സിനെ പറയുന്നത് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാരത്തോൺ ലെക്ചറിനെ പറ്റി പറഞ്ഞു. ഇത് കൂടാതെ ഓർക്കുക, നമുക്ക് 10 ദിവസം കൊണ്ട് JRF നേടിയെടുക്കാവുന്ന ഒരു മാജിക്കൽ ബാച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും വരുവാണ്. ആൻഡ് ഇറ്റ്സ് കോൾഡ് നെറ്റ് റാപ്പപ്പ് ബാച്ച്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസത്തേക്ക് ഡെയിലി PYQ ലൈവ് സെഷൻസും അതോടൊപ്പം അഡീഷണൽ ഡിസ്കഷൻ ഫോറംസും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് 10 ടോപ്പിക്കുകളും കവർ ചെയ്യാവുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ജനറൽ പേപ്പറിനും പേപ്പർ 2-നും ഇത് അവൈലബിൾ ആണ്. സോ കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുകൂടാതെ ഡയറക്ട്ലി താഴെ കാണുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. ഓക്കെ, മൂവിങ് ഓൺ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെക്നിക് ഈസ് യൂസ്ഡ് ഇൻ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി? അൺസർട്ടനിറ്റി സിറ്റുവേഷനിൽ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്, ടെക്നിക്ക് ഏതാണെന്ന് വെച്ചിരിക്കുന്നത്. സോ വെൻ ദി ഡിസിഷൻ ഈസ് അൺസർട്ടൻ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഡിസിഷൻ ട്രീ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുക. ഡിസിഷൻ ട്രീ അൺസർട്ടൻ സിറ്റുവേഷൻസിലെ ഡിസിഷൻ മേക്കിങ്ങിനെ നമ്മളെ സഹായിക്കും. സോ ഇറ്റ്സ് എ പവർഫുൾ ടെക്നിക് യൂസ്ഡ് ഇൻ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി എന്ന് തന്നെ ഓർക്കുക കേട്ടോ. അൺസർട്ടനിറ്റി സിറ്റുവേഷനിൽ നമുക്ക് മാനേജർ ഡിസിഷൻ മേക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡിസിഷൻ ട്രീ അനാലിസിസ് ഉപയോഗിക്കുന്നത്. ആൻഡ് പർപ്പസ് ഇസ് ദാറ്റ് നമ്മളിപ്പോൾ ഡിസിഷൻ പാത്തിനെ വിഷ്വലൈസ് ചെയ്യുക, അതുവഴി പോസിബിൾ ഔട്ട്കംസ് എന്താണ്, പ്രോബബിലിറ്റീസ് എന്തൊക്കെയാണ്, പേ ഓഫ്സ് എന്തൊക്കെയായിരിക്കും, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളെ നമുക്ക് ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കാനൊക്കെ ഈ ഒരു ഡിസിഷൻ ട്രീ അനാലിസിസ് ഹെൽപ്ഫുൾ ആയിരിക്കും. ബൈ ദിസ് ഇറ്റ് വിൽ എയ്ഡ് ഇൻ സെലക്ടിങ് ദി ബെസ്റ്റ് പോസിബിൾ ഓർ ഒപ്റ്റിമൽ ഡിസിഷൻ. ഓക്കെ, അപ്പോൾ അൺസർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് ഡിസിഷൻ ട്രീ അനാലിസിസ് ഉപയോഗിക്കാം. ഇനി മറ്റ് ഓപ്ഷൻസ് പറയുന്ന ഒന്ന് ലീനിയർ റിഗ്രഷൻ ആണ്. റിഗ്രഷൻ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ ഫോർകാസ്റ്റിംഗ് ഓർ ഐഡന്റിഫൈയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. 2 വേരിയബിൾസ് തമ്മിൽ എങ്ങനെയാണ് റിഗ്രഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ റിലേഷനാണ്. അത് ഡയറക്ട്ലി അൺസർട്ടനിറ്റിയുമായി ബന്ധപ്പെട്ടതല്ല. സർട്ടനിറ്റി സിറ്റുവേഷനിൽ നമ്മൾ ലീനിയർ റിഗ്രഷൻ ഉപയോഗിക്കും. ദെൻ ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്താണ്? ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിറ്റർമിൻസ് ദി ലെവൽ ഓഫ് സെയിൽസും അതോടൊപ്പം തന്നെ കോസ്റ്റും. അതായത് സെയിൽസ് എത്രമാത്രം വേണം കോസ്റ്റ് കവർ ചെയ്യാൻ, ഇത് രണ്ടും ഒരേ ലെവലിലെത്തുന്ന ആ ഒരു പോയിന്റാണ് ബ്രേക്ക് ഇവൻ അനാലിസിസ്. അപ്പോൾ അതുവഴി സർട്ടനിറ്റിയാണ്, അൺസർട്ടനിറ്റി അല്ല. റിസ്ക് കുറയുന്ന ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബ്രേക്ക് ഇവൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇനി കോസ്റ്റ് ഷീറ്റ് ആണെങ്കിൽ കോസ്റ്റ് എലമെന്റിന്റെ സമ്മറിയാണ് ആൻഡ് കോസ്റ്റ് കൺട്രോളിനും പർപ്പസുകൾക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നോട്ട് ഡയറക്ട്ലി റിലേറ്റിംഗ് ടു ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ അസെഷൻ റീസൺ ടൈപ്പിലാണ്. ദി സ്പാൻ ഓഫ് കൺട്രോൾ ടെൻസ് ടു ബി വൈഡർ അറ്റ് ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. റീസൺ ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഡീൽസ് വിത്ത് റുട്ടീൻ ആൻഡ് ലെസ് കോംപ്ലക്സ് ടാസ്ക്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? ദി നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി സൂപ്പർവൈസ്ഡ് ബൈ എ സുപ്പീരിയർ. ഒരു സുപ്പീരിയറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇഫക്റ്റീവ്ലി സൂപ്പർവൈസ് ചെയ്യാവുന്ന നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്.
ആ സ്പാൻ എന്ന് പറയുന്നത് നോർമലി ലോവർ ലെവലിലേക്ക് വരുമ്പോൾ വൈഡർ ആയിരിക്കും. ബിക്കോസ് ലോവർ ലെവലിൽ റുട്ടീൻ ടാസ്കുകളാണ്, ഡെയിലി ബേസിലുള്ള ടാസ്കുകളാണ് വരുന്നത്. അതുകൊണ്ട് ലോവർ ലെവൽസിലേക്ക് വരുമ്പോൾ ഈ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ എ സുപ്പീരിയർ വൈഡർ ആയിരിക്കും. ഹയർ ലെവലിൽ ആ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ എ സുപ്പീരിയർ എന്താ പറയുക, നാരോ ആയിരിക്കും. ഓക്കെ, സോ അസഷൻ പറയുന്നത് എന്താ, ദി സ്പാൻ ഓഫ് കൺട്രോൾ ടെൻസ് ടു ബി വൈഡർ അറ്റ് ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ദാറ്റ് ഇസ് റൈറ്റ്. ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് വൈഡർ ആണ്. അതിനുള്ള റീസൺ എന്താണ്, ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഡീൽസ് വിത്ത് റുട്ടീൻ ആൻഡ് ലെസ് കോംപ്ലക്സ് ടാസ്ക്. സോ അസഷൻ ട്രൂ ആണ് ആൻഡ് ദി റീസൺ ഈസ് ദി ബെസ്റ്റ് എക്സ്പ്ലനേഷൻ. അസഷൻ്റെ നമ്മളെപ്പോഴും അസഷൻ റീസൺ ക്വസ്റ്റ്യൻ വരുമ്പോൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അസഷൻ ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് അതിനൊരു ചോദ്യമാക്കി മാറ്റുക. സ്പാൻ ഓഫ് കൺട്രോൾ ടെൻസ് ടു ബി വൈഡർ അറ്റ് ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് വൈ എന്ന് ചോദിക്കുക. വൈ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമാണോ താഴെ തന്നിരിക്കുന്നതെന്ന് നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ്? ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഡീൽസ് വിത്ത് റുട്ടീൻ ആൻഡ് ലെസ് കോംപ്ലക്സ് ടാസ്ക്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ മാനേജ് ചെയ്യാം. സോ അസഷൻ ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസഷൻ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ഒരു അസഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇൻ മാനേജറിയൽ ഇക്കണോമിക്സ് മാർജിനൽ അനാലിസിസ് ഈസ് യൂസ്ഡ് ടു determine the optimal level of activity. Marginal analysis evaluates the additional benefits against additional cost. What is marginal cost? Marginal cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വരുന്ന കോസ്റ്റ്. ഇതാണ് മാർജിനൽ കോസ്റ്റ്. നിലവിലുള്ളതിൽ നിന്ന് ഒരു അഡീഷണൽ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എത്ര കോസ്റ്റ് വരും, അതാണ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഒപ്റ്റിമൽ ലെവൽ എത്രയാണെന്നാണ്. സോ അസഷൻ ഈസ് റൈറ്റ്. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് മാർജിനൽ അനാലിസിസ് ഇവാലുവേറ്റ് ദി അഡീഷണൽ ബെനിഫിറ്റ് അഗെയിൻസ്റ്റ് അഡീഷണൽ കോസ്റ്റ്. ഒരു യൂണിറ്റ് അഡീഷണൽ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ് എത്രയാണ്, ഇതറിയാൻ വേണ്ടി മാർജിനൽ അനാലിസിസ് നമുക്ക് യൂസ് ചെയ്യാം. സോ ബോത്ത് അസഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാസ്റ്റ് ഓറിയന്റഡ് മെത്തേഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ? പെർഫോമൻസ് അപ്രൈസലിൻ്റെ പാസ്റ്റ് ഓറിയന്റഡ് മെത്തേഡ് അല്ലാത്ത ഏതാണ്? റേറ്റിംഗ് സ്കെയിൽസ്, ചെക്ക് ലിസ്റ്റ്, ബാസ് ആൻഡ് 360 ഡിഗ്രി അപ്രൈസൽ. ഇതിൽ റേറ്റിംഗ് സ്കെയിൽസ് ആയാലും ചെക്ക് ലിസ്റ്റ് ആയാലും ബാസ് ആയാലും, ബാസ് എന്ന് പറഞ്ഞാൽ ബിഹേവിയറിലെ ആങ്കിയായിട്ട് റേറ്റിംഗ് സ്കെയിൽസ് ആണ്. റേറ്റിംഗ് സ്കെയിലിൽ ബിഹേവിയർ ആസ്പെക്റ്റ് നമ്മൾ അഡീഷണലി കൊണ്ടുവരുന്നു. അത് ഏതായാലും എന്താണ്, അതെല്ലാം പാസ്റ്റ് ഓറിയന്റഡ് ടെക്നിക്സ് ആണെന്ന് പറയാം. 360 ഡിഗ്രി അപ്രൈസൽ നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള എല്ലാവരുമായിട്ട് അസസ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പിയർ ഗ്രൂപ്പ് അസസ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ സീനിയർ അസസ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ വാട്ട് ടു സേ ഈവൻ ജൂനിയേഴ്സ് ഉണ്ടെങ്കിൽ അവർ അസസ് ചെയ്യുന്നു, കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ക്ലയൻസ് ഉണ്ടെങ്കിൽ അവർ അസസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു അസസ്മെൻറ്റ് ടെക്നിക്കാണ് 360 ഡിഗ്രി അപ്രൈസൽ. ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ ഓറിയന്റഡ് ആൻഡ് ഡെവലപ്മെന്റൽ മെത്തേഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയാം. സോ ഇത് ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. അദ്ദേഹത്തെ എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. So for that purpose, feedback from multiple sources will be collected. സൂപ്പർവൈസേഴ്സിൽ നിന്നും, പിയേഴ്സിൽ നിന്നും, സബോർഡിനേറ്റ്സിൽ നിന്നും, സെൽഫിൽ നിന്നും, അതേപോലെ സംടൈംസ് ഈവൻ കസ്റ്റമേഴ്സിൽ നിന്നും ഫീഡ്ബാക്ക് എടുക്കുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ് നീഡ്സ്, അതേപോലെ ഫ്യൂച്ചർ പെർഫോമൻസ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാം. അതാണ് 360 ഡിഗ്രി അപ്രൈസൽ ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ഡെവലപ്മെൻറ്റ് ടെക്നിക്കാണെന്ന് പറയാനുള്ള കാരണം. ഇനി ബാക്കിയുള്ള ഓപ്ഷനിൽ പറയുന്നത് ഒന്ന് റേറ്റിംഗ് സ്കെയിൽസ് ആണ്. പാസ്റ്റ് പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് പാസ്റ്റ് പെർഫോമൻസിനെ പ്രീ ഡിറ്റർമിൻഡ് സ്കെയിൽസ് ഉപയോഗിച്ചുകൊണ്ട്, ട്രേറ്റ് ഉപയോഗിച്ചുകൊണ്ട് റേറ്റ് ചെയ്യുന്നു. മുൻകൂട്ടി നിശ്ചയിക്കുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് അത് റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ചെക്ക് ലിസ്റ്റ്, ലിസ്റ്റ് ഓഫ് ബിഹേവിയർ, അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ ടാസ്കുകൾ എന്തൊക്കെയാണ്, അതിനെ പാസ്റ്റ് ബേസ്ഡ് ആണ്. ആ ടാസ്കുകളിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ടാസ്കുകളെ വെച്ചിട്ടാണ്. ആ ടാസ്കുകളെല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ടോ, ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വെച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നു. ബിഹേവിയറിലെ ആങ്കേഡ് റേറ്റിംഗ് സ്കെയിൽസ് ആണെങ്കിൽ പാസ്റ്റ് ബിഹേവിയർ, സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ്, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയാം. അതായത് റേറ്റിംഗ് സ്കെയിൽസും ചെക്ക് ലിസ്റ്റും കൂടെ ഉപയോഗിക്കുന്നു. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് ആ പാസ്റ്റ് ബിഹേവിയേഴ്സ് എങ്ങനെയുണ്ട് എന്നുള്ളത് പാസ്റ്റ് പെർഫോമൻസും സ്റ്റാൻഡേർഡ്സുമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ബിഹേവിയർ ആങ്കേഡ് റേറ്റിംഗ് സ്കെയിൽസ് ആണെങ്കിൽ നിങ്ങൾ ഓർക്കായിട്ട് മെഷർ പാസ്റ്റ് ബിഹേവിയർ അഗെയിൻസ്റ്റ് സ്പെസിഫിക് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. ലൈക്ക് റേറ്റിംഗ് സ്കെയിൽസ് പോലെ അവിടെ ബിഹേവിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ സോ 360 ഡിഗ്രി അപ്രൈസൽ ആണ് ഫ്യൂച്ചർ ഓറിയന്റഡ് മെത്തേഡ് ഇൻവോൾവിംഗ് ഫീഡ്ബാക്ക് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ,
കോച്ചിങ്, റോൾ പ്ലേയിങ്, കേസ് സ്റ്റഡി, സിമുലേഷൻ ആർ പോപ്പുലർ മെത്തേഡ്സ് റിലേറ്റിംഗ് ടു. എന്തിനു വേണ്ടിയാണ് ഈ ഓരോ കൺസെപ്റ്റും? കോച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വൽ, ഇപ്പോൾ അണ്ടർ സ്റ്റഡി ഒക്കെ കോച്ചിങ്ങിൻ്റെ ഭാഗമാണ്, മറ്റൊരാളുടെ കീഴിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ റോൾ പ്ലേയിങ് ഈസ് എ ഡെവലപ്മെൻറ്റ് ടെക്നിക്ക്. അദ്ദേഹത്തിനൊരു മറ്റൊരു അസൈൻഡ് ടാസ്ക്, ഇപ്പോൾ മാനേജറിയൽ ഡെവലപ്മെൻറ്റിലൊക്കെ ഇഫ് ഹി ആക്ട് ആസ് എ മാനേജറായിട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എങ്ങനെ ആക്ട് ചെയ്യും? ഓക്കെ, അദ്ദേഹത്തിന് ആ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ആസ് എ മാനേജർ എങ്ങനെ ഇദ്ദേഹം ഇത് സോൾവ് ചെയ്യും എന്നുള്ളത് പെർഫോം ചെയ്യുകയാണ് വരുന്നത്. അതേപോലെ ഈവൻ കേസ് സ്റ്റഡി മെത്തേഡ് ആയാലും ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ട്രെയിനിങ് മെത്തേഡാണ്. സോ ഡെവലപ്മെൻറ്റിന് വേണ്ടി, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ഇവയെല്ലാം. സോ റൈറ്റ് ആൻസർ ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദി ഫൈനൽ ഫാക്ടർ ഇൻ ഡിസൈഡിങ് സപ്ലൈ ഓഫ് മാൻ പവർ ഈസ്, മാൻ പവർ സപ്ലൈ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ. So issuing advertisement, preparing replacement chart, then analyzing labor market, auditing present employees. So ഇതിൽ സപ്ലൈ ഓഫ് മാൻ പവർ ഡിസൈഡ് ചെയ്യുന്ന ഫൈനൽ ഫാക്ടർ ഏതാണെന്ന് വെച്ചിരിക്കുന്നത്. അതിൽ 2 എലമെൻറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമതായിട്ട് വിൽ കണ്ടക്ട് HR ഡിമാൻഡ് ഫോർകാസ്റ്റ്, രണ്ടാമതായിട്ട് വിൽ കണ്ടക്ട് HR സപ്ലൈ ഫോർകാസ്റ്റ്. ഓക്കെ, സോ സപ്ലൈ ഫോർകാസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ സപ്ലൈ എത്ര ആളുകൾ അവൈലബിൾ ആണ്, എത്ര സപ്ലൈയിലുണ്ട് എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ പ്രസൻറ്റ് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഓഡിറ്റ് ആവശ്യമാണ്. സോ പ്രസൻറ്റ് എംപ്ലോയീസിൻ്റെ ഓഡിറ്റിംഗ് വഴിയാണ് നമുക്ക് വേണ്ട തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് നമുക്ക് അവൈലബിൾ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഓഡിറ്റിംഗ് പ്രസൻറ്റ് എംപ്ലോയീസ് ഇസ് ദി ഫൈനൽ സ്റ്റെപ്പ്. സപ്ലൈ ഓഫ് മാൻ പവർ അസസ് ചെയ്യുന്നതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. ദെൻ 360-degree appraisal is evaluation based on key indicators, order of rating from the best to worst, comparing rates to one another, evaluation by boss, peer and subordinates. So as we said, 360-degree appraisal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അപ്രൈസ് ചെയ്യുകയാണ്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോസ്, സീനിയേഴ്സ് അപ്രൈസ് ചെയ്യുന്നുണ്ട്, പിയർ അപ്രൈസ് ചെയ്യുന്നുണ്ട്, സബോർഡിനേറ്റ് അപ്രൈസ് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ളൊരു 360-degree അപ്രൈസലാണ്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. The most reliable and valid tests are generally ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻ്റലിജൻസ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് പെർഫോമൻസ് ടെസ്റ്റ്. നമ്മൾ വാലിഡിറ്റി നോക്കുമ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഒരു പരിധിവരെ ഓക്കെ, ഇൻ്റലിജൻസ് ടെസ്റ്റിന് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പക്ഷേ എത്രമാത്രം റിലയബിൾ ആണെന്നുള്ളത് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും. പക്ഷേ ഒരു ഇൻഡിവിജ്വലിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദി മോസ്റ്റ് റിലയബിൾ ടെസ്റ്റ്, പെർഫോമൻസ് ടെസ്റ്റ്. ഓക്കെ, സോ പെർഫോമൻസ് ടെസ്റ്റാണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ടെസ്റ്റായിട്ട് നമുക്ക് പറയാവുന്നത്. ദി 2-factor തിയറി ഹാസ് പ്രപ്പോസ്ഡ് ബൈ, അടുത്തൊരു ഏരിയ 2-factor തിയറി. നമ്മളിപ്പോൾ മോട്ടിവേഷൻ തിയറീസിനെ പറ്റി പറയുമ്പോൾ മോട്ടിവേഷൻ തിയറീസിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കേണ്ട മോട്ടിവേഷൻ തിയറീസ് ഒന്ന് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, ദെൻ ഹെസ്ബർഗ്സ് 2-factor തിയറി, പിന്നെ പിന്നീട് നീഡ്സ് തിയറി ഉണ്ട്, 3 നീഡ്സ് തിയറി, നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, അങ്ങനെയുള്ള നീഡ് ഫോർ പവർ പോലുള്ള തിയറീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ പ്രോസസ് തിയറീസും കണ്ടന്റ് തിയറീസും കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് 2-factor തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആരാണെന്നാണ്. ആസ് ഐ സെഡ്, ഫ്രെഡറിക് ഹെസ്ബർഗ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഈ 2-factor തിയറി. അദ്ദേഹം പറഞ്ഞത് മോട്ടിവേഷനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് മോട്ടിവേറ്റേഴ്സ് ആണ്, ഓർ സാറ്റിസ്ഫയേഴ്സ് എന്ന് പറയാം. എന്നാൽ രണ്ടാമതായിട്ട് വരുന്നത് ഡിസാറ്റിസ്ഫയേഴ്സ് ആണ്. ഡിസാറ്റിസ്ഫയേഴ്സ് ഓർ ഹൈജീൻ ഫാക്ടേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡിസാറ്റിസ്ഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് വിച്ച് വിൽ ലീഡ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ, അവ ഇല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കും. അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയാണ് ഡിസാറ്റിസ്ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ സാറ്റിസ്ഫയേഴ്സ് ആണെങ്കിൽ ഈ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് മോട്ടിവേഷനിലേക്ക് നയിക്കും. പക്ഷേ ഡിസാറ്റിസ്ഫയർ ആബ്സെൻ്റ് ആണെങ്കിൽ അത് ഡീമോട്ടിവേഷനിലേക്ക് നയിക്കും. ഇതാണ് ഡിസാറ്റിസ്ഫയർ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ ഇല്ല, റെഗുലറായിട്ട് സാലറി കിട്ടുന്നില്ല എന്ന് പറയുന്നത് പോലും ഒരു ഡിസാറ്റിസ്ഫയർ ആണ്. ബിക്കോസ് സാലറി ഒരിക്കലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് റെഗുലർ സാലറി എന്ന് പറയുന്നത് മോട്ടിവേറ്റ് ചെയ്യില്ല. ഇൻസെൻറ്റീവ്സ് ആണെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യും. റെഗുലർ സാലറി അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, അതൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യില്ല. എന്നാൽ ഇൻസെൻറ്റീവ്സ് ആണെങ്കിൽ അതൊരു മോട്ടിവേറ്ററാണ്. പക്ഷെ വാട്ട് അബൌട്ട് സാലറി എന്ന് പറയുന്നത് ഒരു ഡിസാറ്റിസ്ഫയർ ആണെന്ന് പറയാനുള്ള കാരണം, സാലറി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാ മാസവും കിട്ടേണ്ട സാലറിയാണ് ഈ മാസം കിട്ടിയില്ലെങ്കിൽ അത് ഡീമോട്ടിവേഷനിലേക്ക് നയിക്കും. പക്ഷെ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണമെന്നില്ല. അതേപോലെയാണ് വർക്കിംഗ് കണ്ടീഷൻ.
പ്രോപ്പറായിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ഇല്ല, ഹൈജീൻ ഇല്ല, ബേസിക് ഹൈജീൻ ഇല്ല. ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ ഇല്ലെങ്കിൽ അത് മോട്ടിവേഷൻ കുറയ്ക്കും. പക്ഷേ ഇവ ഉണ്ടെന്നുള്ളത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണമെന്നില്ല. അതാണ് ഹൈജീൻ ഫാക്ടേഴ്സ് ഓർ ഡിസാറ്റിസ്ഫൈഡ്സ്. സോ ഫ്രെഡറിക് ഹെസ്ബർഗ് അദ്ദേഹത്തിൻ്റെ 2 ഫാക്ടർ തിയറി പ്രകാരം രണ്ടായിട്ടാണ് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് മോട്ടിവേറ്റേഴ്സ് ഓർ സാറ്റിസ്ഫൈസ്, രണ്ട് ഹൈജീൻ ഫാക്ടേഴ്സ് ഓർ ഡിസാറ്റിസ്ഫൈഡ്സ്. ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്? IRനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ. IR എന്താണ്? റിലേഷനാണ്. ഇൻഡസ്ട്രിക്കകത്ത് എംപ്ലോയീസ്, മാനേജ്മെൻറ്റ്, ഔട്ട്സൈഡേഴ്സ്, അങ്ങനെയുള്ള എല്ലാ റിലേഷനും IRൻ്റെ ഭാഗമാണ്. സോ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒരു ഫണ്ടമെന്റൽ ഫാക്ടർ അല്ലാത്തതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് അല്ലാത്തതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടു അവോയ്ഡ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ് ആൻഡ് ദെയർ കോൺസിക്വൻസസ്, to extend and maintain industrial democracy, to improve workers' strength through union bursting devices, to enhance the economic status of workers. So anyway, റൈറ്റ് ആൻസർ ഇതൊക്കെയാണ്. അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നത്, ഒന്ന് ടു അവോയ്ഡ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്, ദെൻ ടു എക്സ്റ്റെൻഡ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ആൻഡ് ടു എൻഹാൻസ് ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വർക്കേഴ്സ്. ഇതെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണ്. പക്ഷേ to improve workers' strength through union bursting devices, നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് വർക്കേഴ്സിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഭാഗമല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഈസ് ജനറലി ഫോളോഡ് ബൈ കമ്പനീസ് ഇൻ ഇന്ത്യ? HRA ഒക്കെ നമുക്ക് വളരെ കണക്റ്റഡ് ആയിട്ട് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ HRAയിൽ നമ്മൾ ഇന്ത്യയിൽ ഇന്നത്തെ കമ്പനികൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് വെച്ചിരിക്കുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്, ലെവ് ആൻഡ് സ്വാറ്റ്സ് മോഡൽ, ദെൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ്, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡ്സ്. സോ ഇന്ന് നമ്മളുടെ കമ്പനികൾ ഫോളോ ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മോഡൽ എന്ന് പറയുന്നത്, കോമൺലി ഫോളോ ചെയ്യുന്നത് ലീവ് ആൻഡ് ഷെയർസ് മോഡലാണ്. ദിസ് മെത്തേഡ് കാൽക്കുലേറ്റ്സ്, അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏണിങ്സ് ഓഫ് എംപ്ലോയീസിൻ്റെ ഫ്യൂച്ചർ ഏണിങ്സിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് വെച്ചിട്ട് ഹ്യൂമൻ റിസോഴ്സിന് എത്രമാത്രം വാല്യൂ ഉണ്ട്, അവർക്ക് കിട്ടാനുള്ള സാലറി, കിട്ടാനുള്ള ഏണിങ്സിനെ മൊത്തം എടുത്തിട്ട് അതിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരുന്നു. ആ പ്രസൻറ്റ് വാല്യൂവിൽ അത് ആ ഇൻഡിവിജ്വലിൻ്റെ മൂല്യം എത്രയാണ്, എംപ്ലോയീസിൻ്റെ വാല്യൂ എത്രയാണ്, അത് വെച്ചിട്ട് അക്കൗണ്ട് ചെയ്യുന്ന രീതിയാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിലെ ലീവ് ആൻഡ് ഷെയർസ് മോഡൽ. ദെൻ അസെഷൻ, organizational culture significantly influence employee behavior. Reason, employees adapt their behavior to align with organizational norms and values. So assertion പറയുന്നത് എന്താ, organizational culture significantly influence employee behavior. That is right. Organization culture employee behaviorനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. അതോടൊപ്പം employees adapt their behavior to align with organizational norms and values. ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ നോംസും വാല്യൂസും എല്ലാം ചേരുന്നതാണ്. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ നോംസും വാല്യൂസിനും അനുസരിച്ച് ഓരോ എംപ്ലോയിയും അവരുടെ ബിഹേവിയറിനെ അലൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓർഗനൈസേഷൻ കൾച്ചർ ഇൻഫ്ലുവൻസ് എംപ്ലോയി ബിഹേവിയർ. സോ അസെഷൻ പറയുന്നത് എന്താണോ അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അടുത്ത ക്വസ്റ്റ്യൻ, വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി ലീഡ്സ് ടു ഇൻക്രീസ്ഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഡൈവേഴ്സ് ടീംസ് ബ്രിങ് വേരിയഡ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് പ്രോബ്ലം സോൾവിങ് അപ്രോച്ചസ്. സോ ഫസ്റ്റ് പറഞ്ഞത് വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി ലീഡ്സ് ടു ഇൻക്രീസ്ഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. പല സോഴ്സിൽ നിന്നുള്ള ഡൈവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള, പല ക്വാളിഫിക്കേഷനുള്ള, പല കോമ്പീറ്റൻസിയുള്ള ഇൻഡിവിജ്വൽസ്. അപ്പോൾ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ടീം ഉണ്ടെങ്കിൽ, അവരുടെ കോൺട്രിബ്യൂഷൻസും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ദേ വിൽ ഇൻട്രൊഡ്യൂസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. റൈറ്റ്. അപ്പോൾ അസെഷൻ പറയുന്നത് ശരിയാണ്. ആ അസെഷനുള്ള കാരണം എന്താണ്, ഡൈവേഴ്സ് ടീംസ് ബ്രിങ്സ് വേരിയഡ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് പ്രോബ്ലം സോൾവിങ് അപ്രോച്ചസ്. അതാണ് ഇന്നോവേഷനിലേക്ക് ക്രിയേറ്റിവിറ്റിയിലേക്ക് നയിക്കുന്നത്. സോ രണ്ടും ശരിയാണ്. അസെഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസെഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് എലമെൻറ്റ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ബേസിക് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് മോഡൽ എടുക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറയാം.
എൻവയോൺമെൻറ്റ് സ്കാനിങ്, സ്ട്രാറ്റജി ഫോർമുലേഷൻ, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ, സ്ട്രാറ്റജി വാലുവേഷൻ, ഇതൊക്കെയാണ് ആ ബേസിക് എലമെൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഭാഗമല്ലാത്തത് ഫങ്ഷണൽ സ്ട്രാറ്റജി. ദാറ്റ് ഈസ് ആക്ച്വലി സ്ട്രാറ്റജി ഫോർമുലേഷനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജി മാനേജ്മെൻറ്റ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റില്ല, ടോപ്പ് ലെവൽ സ്ട്രാറ്റജി ഫോർമുലേഷനാണ്. അപ്പോൾ ഫങ്ഷണൽ സ്ട്രാറ്റജി ഈസ് നോട്ട് ഡയറക്ട്ലി ഓർ നോട്ട് എ ബേസിക് എലമെൻറ്റ് എന്ന് പറയാം. ഓക്കെ, സ്ട്രാറ്റജി പല രീതിയിലുണ്ട്. അത് ടോപ്പ് ലെവൽ ഡിസിഷൻ മേക്കിങ്ങിലാണ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എപ്പോഴും പറഞ്ഞു വയ്ക്കുന്നത്. സോ ഫങ്ഷണൽ സ്ട്രാറ്റജി പെർട്ടൈൻസ് ടു സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് എ ബേസിക് എലമെൻറ്റ് ഓഫ് ഓവർആർച്ചിങ് സ്ട്രാറ്റജി മാനേജ്മെൻറ്റ് പ്രോസസ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു, അത് ഓർത്തേക്കുക. അടുത്തത് നെഗോഷിയേഷൻ ഓഫ് എ ലേബർ കോൺട്രാക്ട് ബൈ യൂണിയൻ ആൻഡ് മാനേജ്മെൻറ്റ് ഈസ് റെഫേർഡ് ടു അസ്. യൂണിയൻ ആൻഡ് മാനേജ്മെൻറ്റ് ലേബർ കോൺട്രാക്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരെന്താണ്? ഇൻഡസ്ട്രിയൽ റിലേഷൻ, കൺസ്യൂമറിസം, കളക്റ്റീവ് ബാർഗെയിനിങ്, ട്രേഡ് യൂണിയൻ. ദിസ് ഈസ് കോൾഡ് കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് വേ ബൈ എംപ്ലോയർ ആൻഡ് എംപ്ലോയി യൂണിയൻസ് നെഗോഷിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ടേംസ്. ഇത്രയേ ഉള്ളൂ. എംപ്ലോയ്മെൻറ്റ് ടേംസിൽ അവരുടെ ആവശ്യങ്ങൾ അവർ എംപ്ലോയറെ അറിയിക്കുന്നു. ആ എംപ്ലോയറും യൂണിയൻസും, എംപ്ലോയിയുടെ റെപ്രസെൻറ്റേറ്റീവ് എംപ്ലോയി യൂണിയൻസും നെഗോഷിയേഷൻ നടത്തി അൾട്ടിമേറ്റ്ലി ഒരു നേട്ടം നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. രണ്ടുപേരുടെയും സിറ്റുവേഷൻസ് അവതരിപ്പിക്കും. ദെൻ ദി ഔട്ട്സൈഡ് തേർഡ് പാർട്ടി ഹു ഈസ് ബ്രോട്ട് ഇൻ ടു സെറ്റിൽ എ ഡിസ്പ്യൂട്ട് ആൻഡ് ഹാസ് ദി അതോറിറ്റി ടു മേക്ക് ഡിസിഷൻ ഈസ് കോൾഡ്. ഇപ്പോൾ ഇൻ കേസ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഹാപ്പൻ ചെയ്യുമ്പോൾ ചില സിറ്റുവേഷനിൽ എംപ്ലോയർക്കും എംപ്ലോയിക്കും എംപ്ലോയി യൂണിയൻസിനും ഒരുമിച്ച് നിന്നൊരു കാര്യം തീരുമാനിക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു തേർഡ് പാർട്ടി, മേ ബി ഒരു എക്സ്റ്റേണൽ പാർട്ടി ആകാം, അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ചേർന്നിട്ട് ഫൈനൽ സൊല്യൂഷൻസ് ഇവർക്ക് വേണ്ടി തീരുമാനിക്കും. അത് ആ പാർട്ടീസിനെ വിളിക്കുന്ന പേരെന്താണ്? സോ ദേ ആർ കോൾഡ് ആൻ ആർബിട്രേറ്റർ. സെ ന്യൂട്രൽ തേർഡ് പാർട്ടി ഓതറൈസ്ഡ് ടു റിസോൾവ് ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടിയാണ് ആർബിട്രേറ്റർ. ഓക്കെ, ഓർത്തുക. Then അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ വോളണ്ടറി മെത്തേഡ് ഫോർ പ്രിവെൻഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്? ദർ ആർ വോളണ്ടറി മെത്തേഡ്സ്, ദർ ആർ സ്റ്റാറ്റ്യൂട്ടറി മെത്തേഡ്സ്. വോളണ്ടറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വമേധയാ ക്രിയേറ്റ് ചെയ്യുന്ന നിർബന്ധമല്ലാത്ത മെത്തേഡുകൾ. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് കോർട്ടായിട്ടോ അല്ലെങ്കിൽ യു ക്യാൻ സേ നിയമപ്രകാരം കമ്പനികൾ ക്രിയേറ്റ് ചെയ്യേണ്ട സം ബോഡീസ് ആർ ദെയർ. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എ വോളണ്ടറി മെത്തേഡ്. സ്റ്റാൻഡിങ് ഓർഡേഴ്സ്, ജോയിൻറ്റ് കൺസൾട്ടേഷൻ, ഈ പറഞ്ഞ 3 കാര്യങ്ങളും എന്താണ്? വോളണ്ടറിലി എംപ്ലോയി യൂണിയൻസും മാനേജ്മെൻറ്റും ചേർന്ന് നടത്തുന്നതാണ്. എന്നാൽ വർക്ക്സ് കമ്മിറ്റി, ദാറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി മെത്തേഡ്. വർക്ക്സ് കമ്മിറ്റി ഫോം ചെയ്യുന്നതിൻ്റെ കമ്പൽഷൻ ഉണ്ട്. ചില കമ്പനികൾ ചില ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യുന്ന എല്ലാ കമ്പനികളും വർക്ക്സ് കമ്മിറ്റി ഉണ്ടാവും. അപ്പോൾ അത്തരം നിർബന്ധമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് വർക്ക്സ് കമ്മിറ്റി. So works committees are statutory bodies under the Industrial Dispute Act 1947, making them a compulsory method. Okay, voluntary method അല്ല, ഇതൊരു compulsory method ആണ്. The practice of placing a candidate at the right job is called, that is called placement. Okay, so ആ ഡിഫറെൻറ്റ് സ്റ്റേജുകളിലൂടെ ഒന്ന് പോവുക. ആദ്യം നമ്മൾ HRP കണ്ടക്ട് ചെയ്യുന്നു, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണ്ട റൈറ്റ് കൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ് ടൈമിൽ അവൈലബിൾ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് HRP, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡിമാൻഡ് ഫോർകാസ്റ്റും ഹ്യൂമൻ റിസോഴ്സ് സപ്ലൈ ഫോർകാസ്റ്റും കണ്ടക്ട് ചെയ്ത് അവസാനം HR പ്രോഗ്രാമിംഗ് കണ്ടക്ട് ചെയ്ത് നിർത്തുന്നു. ദെൻ അതിനുശേഷം എന്താകും? റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകും. റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ എക്സസ് എംപ്ലോയീസ് എല്ലാം നമുക്ക് വേണ്ട എംപ്ലോയീസ് ഡെഫിസിറ്റ് ആണെങ്കിൽ, എക്സസ് ആണെങ്കിൽ നോ ഇഷ്യൂസ്, അവിടെ ലേ ഓഫിലേക്ക് പോകേണ്ടി വരും. എന്നാൽ ഡെഫിസിറ്റ് ആണെങ്കിൽ അവിടെ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പോലുള്ള പ്രോസസ്സുകളിലേക്ക് നമ്മൾ കടക്കും. റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞാൽ, റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ചിങ് ഫോർ ഓർ ഐഡൻറ്റിഫൈങ് ദി പോസിബിലിറ്റി കാൻഡിഡേറ്റ്സ് ആൻഡ് മേക്കിംഗ് ദം അപ്ലൈ ഫോർ ദി ജോബ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ട തരത്തിലുള്ള ആളുകളെ കൊണ്ട് നമ്മുടെ ജോബുകളിൽ അപ്ലൈ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നു, ജോബ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് റിക്രൂട്ട്മെൻറ്റ് ഭാഗം. അത് കാണുമ്പോൾ ആൾക്കാർ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ദെൻ കംസ് സെലക്ഷൻ. അതിൽ നിന്നും നമുക്ക് വേണ്ട റൈറ്റ് കൈൻഡ് ഓഫ് ഇൻഡിവിജ്വലിനെ ചൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ. ദാറ്റ്സ് വൈ സെലക്ഷൻ ഇസ് കോൾഡ് എ നെഗറ്റീവ് പ്രോസസ്, ബിക്കോസ് അവിടെ എലിമിനേഷൻ ഉണ്ട്. വേറാസ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്, ബിക്കോസ് എലിമിനേഷൻ ഇല്ല, ആരെയും ഒഴിവാക്കുന്നില്ല, എല്ലാവരെയും കൊണ്ട് നമ്മൾ ജോബിൽ അപ്ലൈ ചെയ്യിപ്പിക്കുന്നേ ഉള്ളൂ. സെലക്ഷൻ ആകുമ്പോൾ
അവിടെ നമ്മൾ പലരെയും ഒഴിവാക്കുന്നുണ്ട്. ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. സോ പ്ലേസ്മെന്റ് ഇൻവോൾവ്സ് അസൈനിങ് എ സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് ടു ദി അപ്രോപ്രിയേറ്റ് ജോബ് റോൾ. വൺസ് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്നുകിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് പോകും, അല്ലെങ്കിൽ പ്ലേസ്മെന്റിലേക്ക് പോകും, ഇൻഡക്ഷൻ ഓറിയന്റേഷൻ പോലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കും. സോ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽസിനെ അവരുടെ ആ പെർട്ടിക്കുലർ ജോബിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് പ്ലേസ്മെന്റ്. വിച്ച് among ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ഫങ്ഷൻസ് ഓഫ് HRP HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫങ്ഷൻസിന്റെ ഭാഗമല്ലാത്തതാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിക്രൂട്ട്മെന്റ്. സോ പ്ലാനിങ്, ഓർഗനൈസിങ് ദാറ്റ് വിൽ ബി ദർ. പക്ഷേ പ്രോഫിറ്റബിലിറ്റി ഇസ് എ ഫിനാൻഷ്യൽ ഔട്ട്കം. അതൊരു HR ഡയറക്റ്റ് ഫംഗ്ഷൻ അല്ല. HR അതിൻ്റെ ചില ആസ്പെക്റ്റുകൾ നോക്കുന്നുണ്ട്, എന്നാലും HRൻ്റെ ഒരു ഡയറക്റ്റ് ഫംഗ്ഷൻ അല്ല. സോ പ്ലാനിങ്, ഓർഗനൈസിങ്, റിക്രൂട്ടിങ്ങിലൊക്കെ HR ഫംഗ്ഷൻ ഉണ്ട്, HR ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ വലിയ റോൾ HRനില്ല. ദെൻ ദി റേജ് കമ്മിറ്റി ഈസ് റിലേറ്റഡ് ടു. റേജ് കമ്മിറ്റി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, വർക്ക്സ് കണ്ടീഷൻസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, സോഷ്യൽ സെക്യൂരിറ്റി ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, നൺ ഓഫ് ദി എബോവ്. സോ വർക്ക് കണ്ടീഷൻസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റിയാണ്, വർക്ക് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് റേജ് കമ്മിറ്റി. ദി റേജ് കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ് ടു എക്സാമിൻ ആൻഡ് ഇംപ്രൂവിംഗ് വർക്കിംഗ് കണ്ടീഷൻസ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. ഇന്ത്യൻ ഇൻഡസ്ട്രീസിലെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് പഠിച്ച് അതിന്മേൽ എന്ത് ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാം അതിന് റിപ്പോർട്ട് നടത്താൻ വേണ്ടി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത കമ്മിറ്റിയാണ് റേജ് കമ്മിറ്റി. സോഷ്യൽ സെക്യൂരിറ്റി മിനിമം സ്റ്റാൻഡേർഡ്സ് കൺവെൻഷൻ കവേഴ്സ്. സോ ഇറ്റ്സ് എ കൺവെൻഷൻ. ഈ ഒരു കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ മിനിമം സ്റ്റാൻഡേർഡ് കൺവെൻഷൻ കവർ ചെയ്യുന്ന ഏരിയാസ് എന്തൊക്കെയാണ്? മെഡിക്കൽ കെയർ, സിക്നസ് ബെനിഫിറ്റ്, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, ഓൾ ഓഫ് ദി എബോവ്, റൈറ്റ്? ഇതെല്ലാം ഈ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മെഡിക്കൽ കെയർ, സിക്നസ്, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ സെക്യൂരിറ്റി മിനിമം സ്റ്റാൻഡേർഡ്സ് കൺവെൻഷൻ കവർ ചെയ്യുന്നുണ്ട്. ദെൻ അസെഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. അസെഷൻ പറയുന്നത് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് SHRM aligns HR policies with the business strategy. Reason: SHRM focus solely on administrative HR task. So അസെഷൻ പറയുന്നത് ശരിയാണോ? എന്താ സ്ട്രാറ്റജിക് HRM? സ്ട്രാറ്റജിക് HRM എന്ന് പറഞ്ഞാൽ HR പോളിസീസിനെ ബിസിനസ് സ്ട്രാറ്റജിയുമായിട്ട് ലിങ്ക് ചെയ്യുക. സ്ട്രാറ്റജി പ്ലസ് HRM, ദാറ്റ് ഈസ് റൈറ്റ്. SHRM ഫോക്കസ് സോളി ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് HR ടാസ്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അവിടെ സ്ട്രാറ്റജിക് ആക്ടിവിറ്റീസിനും ഇതൊരു വാട്ട് ടു സേ HRൻ്റെ ഒരു നെക്സ്റ്റ് ലെവലാണ്. അപ്പോൾ അതിനകത്ത് മറ്റ് ഏരിയാസ് കൂടി കവർ ചെയ്യുന്നുണ്ട്. ആസ് വി സെഡ്, ബിസിനസ് സ്ട്രാറ്റജിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, HR അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, മറ്റ് ഏരിയാസിലും അവരൊരു മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. സോ അസെഷൻ ഈസ് ട്രൂ ബട്ട് ദി റീസൺ ഈസ് ഫോൾസ്. അടുത്ത ക്വസ്റ്റ്യൻ. അസെഷൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എയിംസ് ടു മെയിൻറ്റെയിൻ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ്. Reason: effective industrial relations prevent industrial disputes and promotes organizational stability. So പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രണ്ടും പോസിറ്റീവ് ആണല്ലേ. ഇൻഡസ്ട്രിയൽ റിലേഷൻ എയിംസ് ടു മെയിൻറ്റെയിൻ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ്, ദാറ്റ് ഈസ് റൈറ്റ്. അപ്പോൾ ഒരു പ്രോപ്പർ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ പ്രിവെൻറ്റ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആൻഡ് പ്രൊമോട്ട് ഓർഗനൈസേഷണൽ സ്റ്റെബിലിറ്റി. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ റൈറ്റ് ആൻഡ് റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസെഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബിഹേവിയറൽ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ? പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒരു ബിഹേവിയറൽ മെത്തേഡ് അല്ലാത്തതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻസ്: ബാലൻസ് സ്കോർ കാർഡ് മെത്തേഡ്, ക്രിട്ടിക്കൽ ഇൻസിഡൻസ് മെത്തേഡ്, ദെൻ അസസ്മെന്റ് സെന്റർ മെത്തേഡ്, ബിഹേവിയറൽ ചെക്ക് ലിസ്റ്റ് മെത്തേഡ്സ്. സോ ബാലൻസ് സ്കോർ കാർഡ്. ബാക്കിയുള്ളതെല്ലാം ബിഹേവിയറൽ മെത്തേഡ്സ് ആണ്. എന്നാൽ ബാലൻസ് സ്കോർ കാർഡ് മെത്തേഡ് is not relating to behavioral aspects. അടുത്തത് സ്കാലൻ പ്ലാൻ is associated with. സ്കാലൻ പ്ലാൻ എന്താണ്? പ്രോഫിറ്റ് ഷെയറിംഗ്, ഗെയിൻ ഷെയറിംഗ്, ജോബ് ഇവാലുവേഷൻ, പെർഫോമൻസ് അപ്രൈസൽ. ഇതൊരു ഇൻസെൻറ്റീവ് പ്ലാനാണ്, ഗെയിൻ ഷെയറിംഗ് പ്ലാനാണ്. സോ ക്യാൻ സേ ദി സ്കാലൻ പ്ലാൻ ഈസ് എ ഗെയിൻ ഷെയറിംഗ് ഇൻസെൻറ്റീവ് പ്ലാൻ ദാറ്റ് ഫോക്കസ് ഓൺ കോസ്റ്റ് സേവിംഗ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ്. കോസ്റ്റ് സേവിംഗ് വഴി പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതാണ് സ്കാലൻ പ്ലാൻ ടാർഗറ്റ് ചെയ്യുന്നത്. Then അടുത്ത question. According to Industrial Disputes Act 1947, under which condition can matters from third schedule
be referred to the labor court. ഓക്കെ, കണ്ടീഷനാണ്. അതായത് തേർഡ് ഷെഡ്യൂൾ പറയുന്ന ഒരു മാറ്റർ ഡിവിയേറ്റ് ചെയ്യുകയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിയിൽ ലേബർ കോർട്ടിൽ പോകാവുന്നത് എപ്പോഴാണ്? So if the dispute affect more than 100 workmen, if the dispute affect less than 100 workmen, if the dispute is raised by an unregistered trade union, is the dispute raised by a recognized trade union. Okay, so 100 വർക്കേഴ്സിൽ കുറവുള്ള സ്ഥാപനങ്ങളായാലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലും എംപ്ലോയീസിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്മേൽ ഉള്ള കേസുകൾ ലേബർ കോർട്ടിൽ പോകാം. Then which of the following is not a basic element of strategic management? അത് നമ്മൾ കണ്ടു. ഫങ്ഷണൽ സ്ട്രാറ്റജി ഒരു ബേസിക് എലമെൻ്റ് അല്ല. Which of the following types of strikes is without the consent of official union? ഒഫീഷ്യൽ ട്രേഡ് യൂണിയൻ്റെ കൺസെൻറ്റോട് കൂടി അല്ലാത്ത സ്ട്രൈക്സിന് എന്താ വിളിക്കുന്നത്? ജൂറിസ്ഡിക്ഷണൽ സ്ട്രൈക്ക്, വൈൽഡ് കാറ്റ് സ്ട്രൈക്ക്, സിമ്പതി സ്ട്രൈക്ക്, സ്ലോ ഡൗൺ സ്ട്രൈക്ക്. സോ ദാറ്റ് ഈസ് കോൾഡ് വൈൽഡ് കാറ്റ്. ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ വർക്കേഴ്സ് വിത്തൗട്ട് ദി ഓതറൈസേഷൻ ഓഫ് ദി യൂണിയൻ. നോർമലി എങ്ങനെയാണ്? വർക്കേഴ്സ് എടുക്കുന്ന വൈൽഡ് കാറ്റ് സ്ട്രൈക്സ് ആണ് ട്രേഡ് യൂണിയൻ ഓതറൈസേഷൻ ഇല്ലാതെ വർക്കേഴ്സായിട്ട് തന്നെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സ്ട്രൈക്സ്. Then match the following models of organizational behavior with their corresponding employee orientation. So autocratic, custodial, then supportive and collegial. So autocratic means obedience, right? Obedience model. Employee orientation എങ്ങനെയായിരിക്കും? Obedience, അനുസരിപ്പിക്കുക. കസ്റ്റോഡിയൽ ആണെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് ബെനിഫിറ്റ്സ് കൊടുത്തുകൊണ്ടായിരിക്കും. ദെൻ സപ്പോർട്ടീവ് ആണെങ്കിൽ ജോബ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ മോഡൽ. ആൻഡ് ഫൈനലി കൊളീജിയൽ, റെസ്പോൺസിബിൾ ബിഹേവിയർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊളീജിയൽ മോഡൽ വരുന്നത്. സോ റൈറ്റ് ആൻസർ ഈസ് A1, B2, C3 ആൻഡ് D4. ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദി മെറ്റാമോർഫോസിസ് സ്റ്റേജ് ഓഫ് എംപ്ലോയി സോഷ്യലൈസേഷൻ? എംപ്ലോയി സോഷ്യലൈസേഷൻ്റെ മെറ്റാമോർഫിസ് സ്റ്റേജിനുമായി ബന്ധപ്പെട്ട് എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? എംപ്ലോയീസ് ജോയിൻ ദി ഓർഗനൈസേഷൻ വിത്ത് ദി പേഴ്സണൽ വാല്യൂസ് ആൻഡ് എക്സ്പെക്ടേഷൻ. എംപ്ലോയി സ്റ്റഡീസ് ദി ഓർഗനൈസേഷൻ കൾച്ചർ. എംപ്ലോയി വാലുവേറ്റ്സ് ദി ഡിക്കോട്ടമി ബിറ്റ്വീൻ എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റി. എംപ്ലോയി ബിക്കംസ് കംഫർട്ടബിൾ വിത്ത് ദി ഓർഗനൈസേഷൻ ആൻഡ് ഇൻറ്റേർണലൈസ് നോംസ്. ദാറ്റ്സ് റൈറ്റ്. അതാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എംപ്ലോയീസ് പതുക്കെ ആ ഓർഗനൈസേഷനിലേക്ക് കംഫർട്ടബിളായി മാറും, ഓർഗനൈസേഷനിൽ അഡാപ്റ്റഡ് ആയി മാറുമെന്ന് പറയാം. അതായത് പതുക്കെ പതുക്കെ അവർ ആ ഓർഗനൈസേഷൻ്റെ നോംസും റൂൾസും കാര്യങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി, അല്ലെങ്കിൽ അവരുടെ റെഗുലർ തിങ്സിൻ്റെ റെഗുലർ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ മാറ്റും. അതാണ് മെറ്റാമോർഫിസ് സ്റ്റേജ്. ഓക്കെ, ദെൻ അടുത്തത് അസഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അലൈൻസ് HR പോളിസി വിത്ത് ബിസിനസ് സ്ട്രാറ്റജി. റീസൺ സ്ട്രാറ്റജിക് HR മാനേജ്മെൻറ്റ് ഫോക്കസ് സോളി ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് HR ടാസ്ക്. ഇത് നമ്മൾ ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻസർ ഈസ് അസഷൻ ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ഫോൾസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പോണൻറ്റ് ഓഫ് ഡ്യൂപോണ്ട് അനാലിസിസ്? ഡ്യൂപോണ്ട് അനാലിസിസിൻ്റെ പാർട്ട് അല്ലാത്തതാണെന്ന് വെച്ചിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, അസറ്റ് ടേൺ ഓവർ, ഇക്വിറ്റി മൾട്ടിപ്ലയർ, കറണ്ട് റേഷ്യോ. ഓക്കെ, സോ ഓർക്ക് കറണ്ട് റേഷ്യോ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഡ്യൂപോണ്ട് അനാലിസിസ്. ഡ്യൂപോണ്ട് അനാലിസിസ് ഡികമ്പോസസ് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒന്ന് റിട്ടേൺ ഓൺ ഇക്വിറ്റി, നെറ്റ് പ്രോഫിറ്റ് മാർജിനും റിട്ടേൺ ഓൺ ഇക്വിറ്റി എത്രയാണെന്നുള്ളതും, ദെൻ അസറ്റ് ടേൺ ഓവർ, ഇക്വിറ്റി മൾട്ടിപ്ലയർ പോലുള്ള കാര്യങ്ങളെല്ലാം അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഇസ് റിലേറ്റിംഗ് ടു ലിക്വിഡിറ്റി റേഷ്യോ. ദാറ്റ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഡ്യൂപോണ്ട് അനാലിസിസ്. അവിടെ നമ്മൾ അസറ്റ് ടേൺ ഓവർ, നെറ്റ് പ്രോഫിറ്റിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി അങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ് എടുക്കുന്നത്. In marginal costing, which of the following costs are considered variable cost? മാർജിനൽ കോസ്റ്റിംഗിൽ വേരിയബിൾ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽസ് ആൻഡ് ഡയറക്റ്റ് ലേബർ, ഫിക്സ്ഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് സാലറീസ് ആൻഡ് ഡിപ്രീസിയേഷൻ. വേരിയബിൾ കോസ്റ്റ് ദാറ്റ് മീൻസ് തന്നിരിക്കുന്നതിൽ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ പോലുള്ള കാര്യങ്ങളാണ് വേരിയബിൾ കോസ്റ്റ് ആയിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ലിമിറ്റേഷൻ ഓഫ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്? സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് കൺസെപ്റ്റിൻ്റെ ലിമിറ്റേഷൻ: ഇറ്റ് ഫോക്കസ് ഓൺലി ഓൺ പാസ്റ്റ് എക്സ്പെൻഡിച്ചേഴ്സ്, ഇറ്റ് റിക്വയർസ് ജസ്റ്റിഫിക്കേഷൻ ഫോർ ഓൾ എക്സ്പെൻസസ്, ഇറ്റ് ഈസ് ലെസ് ടൈം കൺസ്യൂമിംഗ് ദാൻ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ്, ഇറ്റ് ഇഗ്നോർസ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. സോ ഫസ്റ്റ് തിങ്, ഓരോ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ എക്സ്പെൻസുകളെ നമ്മളിങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ തുകയ്ക്കും കൃത്യമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടാവണം.
സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് റിക്വയർസ് എവറി എക്സ്പെൻസ് ടു ബി ജസ്റ്റിഫൈഡ് ഫോർ ഈച്ച് ന്യൂ പീരീഡ്. പുതിയൊരു പീരീഡ് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിനകത്തുള്ള ഓരോ റീസൺ, ഓരോ പേയ്മെൻറ്റും എന്തിനു വേണ്ടിയാണെന്നുള്ളത് കൃത്യമായിട്ട് ജസ്റ്റിഫൈ ചെയ്യണം. വിച്ച് ക്യാൻ ബി ടൈം കൺസ്യൂമിങ് ആൻഡ് റിസോഴ്സ് ഇൻറ്റൻസീവ്. ഓക്കെ, ദെൻ ഇൻ ദി ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ദി ലെവൽ ഓഫ് സെയിൽസ് അറ്റ് വിച്ച്. എന്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ്? ടോട്ടൽ റവന്യൂ ഈക്വൽസ് ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ റവന്യൂ എക്സീഡ്സ് ടോട്ടൽ കോസ്റ്റ്, total revenue exceeds total cost exceeds total revenue, variable cost equals fixed cost. Right answer is revenue and cost. ഇത് രണ്ടും ഈക്വൽ ആവുന്ന ഒരു സ്റ്റേജ്. അണ്ടർ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ കോസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് നോൺ ആസ്. ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. റൈറ്റ്, വേരിയൻസ്. In financial statement analysis, asset test ratio is calculated as. Asset test ratio calculate ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. That is current asset minus inventory divided by current liabilities. Okay. So എന്താണ് asset test ratio? It's also called quick ratio. അതായത് നമ്മുടെ ലിക്വിഡിറ്റി റേഷ്യോയിലെ ക്വിക്ക് റേഷ്യോ ആണ്. It measures the company's ability to meet its short-term obligation without relying on inventory sales. ഓക്കെ, ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള കമ്പനിയുടെ എബിലിറ്റിയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ടു. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബേസിക് ഒബ്ജക്റ്റീവ്? മാക്സിമൈസ് പ്രോഫിറ്റ്, എൻഷുർ ലിക്വിഡിറ്റി, മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്, ദെൻ മിനിമൈസ് കോസ്റ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന കാര്യമാണ് ഒബ്ജക്റ്റീവ്സ്. അതിൽ രണ്ട് ഒബ്ജക്റ്റീവ്സ് പറയും. ഒന്ന് maximization of shareholders wealth, then maximization of profit. അതിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഓൾഡ് ട്രഡീഷണൽ കൺസെപ്റ്റ് ആണ്. മോഡേൺ കൺസെപ്റ്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക, ഷെയർ വാല്യൂ മാക്സിമൈസ് ചെയ്യുക. ഇതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. സോ മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അസർഷൻ ഇൻ കോസ്റ്റ് ബെനിഫിറ്റ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, CVP അനാലിസിസ്, the contribution margin is the difference between sales revenue and variable cost. Right, sales revenue എന്ന് variable cost കുറയ്ക്കുമ്പോഴാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. Then reason contribution margin contributes to covering fixed cost and generating profit. Fixed cost and profit, അതാണ് കോൺട്രിബ്യൂഷൻ വഴി പറയുന്നത്. റൈറ്റ്, സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ളതാണ് കറക്റ്റ്. Assertion the matching principle in accounting ensures that expenses are recognized in the same period as revenues they help to generate. അതായത് ഏത് ടൈം പീരീഡിലാണോ എക്സ്പെൻസുകൾ അതേ പീരീഡിൽ തന്നെ അതിൻ്റെ റവന്യൂമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. ദി പ്രിൻസിപ്പിൾ എൻഹാൻസസ് ദി ആക്യുറസി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ അലൈനിങ് എക്സ്പെൻസസ് വിത്ത് റിലേറ്റഡ് റവന്യൂ. സെയിം, റൈറ്റ്. സോ ആ വർഷങ്ങളിലെ ഈ റവന്യൂവും അതേ വർഷങ്ങളിലെ എക്സ്പെൻസുമായിട്ട് മാച്ചായി പോകണം. അതിനുവേണ്ടിയാണ് മാച്ചിങ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്യുറസി എൻഷുർ ചെയ്യാൻ സാധിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് കൺസിഡർ ദി ടൈം വാല്യൂ ഓഫ് മണി? സോ ടൈം വാല്യൂ കൺസിഡർ ചെയ്യാത്ത ടെക്നിക്സും ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്ന ടെക്നിക്സും ഉണ്ട്. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? മണി വർത്ത് ടുഡേ ഈസ് ആക്ച്വലി മച്ച് മോർ ദാൻ മണി വർത്ത് ടുമാറോ. ആ ഒരു കൺസെപ്റ്റാണ് ടൈം വാല്യൂ ഓഫ് മണി. സോ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മെത്തേഡ്സിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡാണ്, NPV. സോ ഇറ്റ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് അവിടെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ പ്രസൻറ്റ് വാല്യൂവിൽ ആ സെയിം എമൗണ്ട് അല്ല അതിന് വാല്യൂ, അതുകൊണ്ട് അതിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്ന മെത്തേഡ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡാണ്. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഡിവിഡൻഡ് പോളിസി, മോഡിഗ്ലാനി ആൻഡ് മില്ലർ തിയറം സജസ്റ്റ് ദാറ്റ്. എന്താണ് അപ്രോച്ച് പറയുന്നത് ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട്? ഡിവിഡൻഡ് പോളിസി ഈസ് ഇറലവൻറ്റ് ടു ദി വാല്യൂ ഓഫ് ഫേം. ഹൈ ഡിവിഡൻറ്റ് ഇൻക്രീസസ് ദി വാല്യൂ ഓഫ് ഫേം, ലോ ഡിവിഡൻറ്റ് ഇൻക്രീസസ് ദി വാല്യൂ ഓഫ് ഫേം, സ്റ്റേബിൾ ഡിവിഡൻറ്റ് ആർ പ്രിഫറബിൾ ബൈ ഇൻവെസ്റ്റേഴ്സ്. സോ തിയറി പറയുന്നത് ഇറലവൻ്റ് ആണെന്നാണ്. അക്കോർഡിംഗ് ടു തിയറം പെർഫെക്റ്റ് മാർക്കറ്റ് ആണുള്ളത്. പെർഫെക്റ്റ് മാർക്കറ്റ് ആണെങ്കിൽ ഡിവിഡൻഡ് തിയറി കൊണ്ട് വാല്യൂ ഓഫ് ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഡിവിഡൻഡ് തിയറിയിൽ ഡിവിഡൻഡിലുള്ള വേരിയേഷൻസ് വാല്യൂ ഓഫ് ഫേമിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യില്ല എന്നാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇൻ ദി ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഈസ് യൂസ്ഡ് ടു എക്സാമിൻ. എന്താണ് CAPM?
CAPM ഏത് 2 എലമെൻറ്റുകളെ പറ്റി ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രൻസ് വാല്യൂ ഓഫ് ബോൺസ്, ദി എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ആൻ അസറ്റ് ബേസ്ഡ് ഓൺ ഇസ് സിസ്റ്റമാറ്റിക് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് അസറ്റിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ, ദാറ്റ് ഈസ് അതാണ് CAPM വഴി നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് സിസ്റ്റമാറ്റിക് റിസ്ക്? സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക് ആണ്. അതായത് കമ്പനിക്ക് ഡയറക്റ്റ്ലി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, ഡയറക്ട്ലി വേരിയേഷൻസ് ഒന്നും വരുത്താൻ പറ്റാത്ത റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക്. വെറാസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണെങ്കിൽ ലൈക്ക് കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ അൺസിസ്റ്റമാറ്റിക് ആണ്. അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സിസ്റ്റമാറ്റിക് റിസ്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ഒരു വഴിയായിട്ടുള്ളത്. പല സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതായത് ഈ സെക്യൂരിറ്റീസ് തമ്മിലുള്ള കോറിലേഷൻ കുറവായിരിക്കണം. അങ്ങനെയുള്ള സെക്യൂരിറ്റീസിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. ദെൻ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഓർബിട്രേജ് പ്രൈസിംഗ് തിയറി APT സജസ്റ്റ് ദാറ്റ്. എന്താണ് APT പറയുന്നത്? അസറ്റ് റിട്ടേൺസ് ആർ സോളി ഡിപ്പെൻഡ് ഓൺ മാർക്കറ്റ് ഇൻഡെക്സ്. മൾട്ടിപ്പിൾ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് അസറ്റ് റിട്ടേൺ. അതാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ CAPM മോഡൽ പറയുകയാണെങ്കിൽ CAPM മാർക്കറ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് ഇൻഡെക്സിലുള്ള വേരിയേഷൻ മാത്രം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എന്നാൽ APT തിയറിയിലേക്ക് വരുമ്പോൾ ആ ഒരു ഫാക്ടർ മാത്രമല്ല, മറ്റു ഫാക്ടേഴ്സ്, ഇൻഫ്ലേഷൻ പോലുള്ള മറ്റു ഫാക്ടർ, ഇക്കണോമിക് കണ്ടീഷൻ പോലുള്ള മറ്റു ഫാക്ടേഴ്സ് എല്ലാം അസറ്റിൻ്റെ റിട്ടേൺസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് APT പറയുന്നത്. മൾട്ടിപ്പിൾ മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് അസറ്റ് റിട്ടേൺസ് എന്നുള്ളതാണ് APTയുടെ കൺസെപ്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് പേ ബാക്ക് പീരീഡ് മെത്തേഡ്? പേ ബാക്ക് പീരീഡ് മെത്തേഡ് കൺസെപ്റ്റിൽ എന്താണ് ശരിയായിട്ടുള്ളത്? ഇറ്റ് കൺസിഡേഴ്സ് ദി ടൈം വാല്യൂ ഓഫ് മണി, ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ക്യാഷ് ഫ്ലോസ് ബിയോണ്ട് ദി പേ ബാക്ക് പീരീഡ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ അസസിങ് ലിക്വിഡിറ്റി റിസ്ക്, ഇറ്റ് പ്രൊവൈഡ്സ് എ മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി. ലിക്വിഡിറ്റി റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. അതായത് എത്ര നാൾ കൊണ്ട് നമുക്കിത് പേ ബാക്ക് കിട്ടും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക എത്ര വർഷം കൊണ്ട് തിരിച്ചു കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പേ ബാക്ക് പീരീഡ് യൂസ് ചെയ്യുന്നത്. അതായത് അതിന് ശേഷമുള്ള റിട്ടേണിനെ പറ്റി ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതിന് ശേഷമുള്ള മറ്റ് റിട്ടേൺ ഇമ്പോർട്ടൻ്റ് അല്ലേ, അത് കൺസിഡർ ചെയ്യുന്നില്ല, ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല. ആൻഡ് ഇവിടെ ആകെ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി, നമുക്ക് ലിക്വിഡിറ്റി റിസ്ക് എത്രമാത്രം ഉണ്ടെന്ന് അസ് ചെയ്യാൻ സാധിക്കും. ദി നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് ഈസ് കൺസിഡേർഡ് സുപ്പീരിയർ ടു പേ ബാക്ക് പീരീഡ് മെത്തേഡ്. NPV അക്കൗണ്ട്സ് ഫോർ ടൈം വാല്യൂ ഓഫ് മണി, വേറാസ് ദി പേ ബാക്ക് പീരീഡ് ഡസ് നോട്ട്. റീസൺ അത് തന്നെയാണ്. NPV എന്തുകൊണ്ട് സുപ്പീരിയർ ആവുന്നു? അത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ്. സോ രണ്ടും ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഹൈ ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസസ് റിസ്ക് ഓഫ് ഇൻസോൾവൻസി. Reason, greater debt levels leads to higher fixed interest obligation which must be met regardless of earnings. So leverage എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ഓഫ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് അലോങ് വിത്ത്, ഇൻട്രസ്റ്റ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ റിസ്ക് ബെയറിംഗ് സെക്യൂരിറ്റീസ്, ഡിബെഞ്ചർ പോലുള്ള ഡെറ്റിനെ നമ്മൾ ഇക്വിറ്റിയുടെ ഒപ്പം ഉപയോഗിക്കുന്നതിനെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ലിവറേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്യുകയാണ്. ആ കൂടുതൽ ഡെറ്റ് വന്നു കഴിഞ്ഞാൽ, കൂടുതൽ കടം വന്നു കഴിഞ്ഞാൽ ദാറ്റ് മേ ലീഡ് ടു ഇൻസോൾവൻസി, റിസ്ക് ഓഫ് ഇൻസോൾവൻസി കൂടാൻ കാരണം എന്തുകൊണ്ടാണ്? ആ ഡെറ്റിന് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് ആണിവ. ആ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസിന് എല്ലാ വർഷവും ഏണിങ്സ് എന്ത് തന്നെയായാലും നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കണം. സോ റൈറ്റ് ആൻസർ ഈസ് ബോത്ത് A and R are true and R is the correct explanation of A. Which of the following is not a component of Porter's 5 forces model? പോർട്ടറുടെ 5 ഫോഴ്സസിൻ്റെ ഭാഗമല്ലാത്തതെന്ന് വെച്ചിരിക്കുന്നത് ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ്, ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയർ, ത്രെറ്റ് ഓഫ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ, കോമ്പറ്റീറ്റീവ് റൈവൽറി വിത്തിൻ ദി ഇൻഡസ്ട്രി. സോ ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസും ബാർഗെയിനിങ് പവറും കോമ്പറ്റീറ്റീവ് റൈവൽറിയും പോർട്ടേഴ്സ് 5 ഫോഴ്സസ് മോഡലിൻ്റെ ഭാഗമാണ്. ത്രെറ്റ് ഓഫ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ അതിൻ്റെ പാർട്ടല്ല. That the BCG matrix classifies business units into which of the following categories? Stars, question marks, cows and dogs. Right answer is this. അത് ഓരോ എലമെൻറ്റും അതിൻ്റെ മാർക്കറ്റ് പൊട്ടൻഷ്യലും ഒക്കെ വച്ചിട്ടാണ് ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. സ്റ്റാർസ് ആണോ, ക്വസ്റ്റ്യൻ മാർക്സ് ആണോ, ക്യാഷ് ക്ലൗ ആണോ, ഡോഗ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. ഇൻ ANSOF മെട്രിക്സ്, which strategy involves introducing existing products into the market, into new market? എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് പുതിയ മാർക്കറ്റുകളിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്. പുതിയ മാർക്കറ്റുകളിലേക്ക് നമ്മൾ നമ്മളുടെ പ്രോഡക്റ്റുകൾ എത്തിക്കുന്നു. ദി McKinsey 7S ഫ്രെയിംവർക്ക് ഇൻക്ലൂഡ്സ്
all of the following except വന്നിരിക്കുന്ന സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റംസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. സോ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് നമുക്ക് ആദ്യം നോക്കാം. മെക്കൻസിയുടെ 7S ഫ്രെയിംവർക്കിനകത്ത് വരുന്നത് സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റംസ്, ഷെയർഡ് വാല്യൂസ്, സ്കിൽസ്, സ്റ്റൈൽ ആൻഡ് സ്റ്റാഫാണ്. സസ്റ്റൈനബിലിറ്റി അതിൻ്റെ ഒരു എലമെൻ്റ് അല്ല, ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ എലമെൻറ്റ്സ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി വാല്യൂ ചെയിൻ അനാലിസിസ്? വാല്യൂ ചെയിൻ്റെ ഒരു ഫീച്ചറായിട്ടുള്ള എന്താണെന്ന് വെച്ചിരിക്കുന്നത്, ഫോക്കസ് സോളി ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഐഡൻറ്റിഫൈസ് പ്രൈമറി ആൻഡ് സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് ദാറ്റ് ആഡ് വാല്യൂ ടു ദി പ്രൊഡക്റ്റ്. റൈറ്റ്, പ്രൊഡക്റ്റിന് വാല്യൂ ആഡ് ചെയ്യുന്ന പ്രൈമറി ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, സപ്പോർട്ട് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ മോഡൽ പറയുന്നത്. സോ വാല്യൂ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാമാണ് വരുന്നത്. ദെൻ മാർക്കറ്റിംഗ്. ഇൻ മാർക്കറ്റിംഗ് ദി ടേം IMC stands for Integrated Marketing Communication. Assertion. Strategic management is essential for organizations to adapt to changing environment. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ പർപ്പസ് എന്താണ്? ഓർഗനൈസേഷനെ സംബന്ധിച്ച് ചേഞ്ചിങ് എൻവയോൺമെൻറ്റിലേക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുക എൻവയോൺമെൻറ്റ്. ആ ചേഞ്ചിനെ ടാക്കിൾ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, കൃത്യമായിട്ടുള്ള മാനേജ്മെൻറ്റ് ആവശ്യമാണ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആക്ഷൻ പ്ലാനാണ്. ആക്ഷൻ പ്ലാൻ ടു കോമ്പറ്റീഷൻ. അപ്പോൾ എൻവയോൺമെൻറ്റ് ഈസ് എവർ ചേഞ്ചിങ്. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. രണ്ട് ശരിയാണല്ലോ? രണ്ട് ശരിയാണ്. ബോത്ത് assertion and reason are true, and our reason is the correct explanation of assertion. Assertion. Market segmentation allows firms to target specific groups effectively. സെഗ്മെൻറ്റഡ് ആണെങ്കിൽ സ്പെസിഫിക് ഗ്രൂപ്പ്സിനെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഇറ്റ് ലീഡ്സ് ടു വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ മാർക്കറ്റിംഗ് അപ്രോച്ച്. ശരിയാണോ? അല്ല. അതായത് പല മാർക്കറ്റുകളാണ്. അപ്പോൾ ഒരു കോമൺ അപ്രോച്ച് കൊണ്ട് പല മാർക്കറ്റുകളിൽ നമുക്ക് ഒരു കാരണവശാലും എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഗ്ലോബൽ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നോർമലി സെഗ്മെൻറ്റേഷൻ നടത്തുമ്പോൾ അതുവഴി നമ്മൾ ഓരോ മാർക്കറ്റിനും അതിൻ്റേതായ സ്ട്രാറ്റജീസാണ് കൊണ്ടുവരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റേജസ് ഓഫ് കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്? കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഒന്ന് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. ദെൻ ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയുള്ള ഇൻഫർമേഷൻ അദ്ദേഹം കളക്ട് ചെയ്യുന്നു. ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്, അതായത് ഇതിന് മുമ്പിൽ അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഓൾട്ടർനേറ്റീവ്സ് അതിന് പർച്ചേസ് ചെയ്യാം എന്നുള്ളത് കണ്ടെത്തുന്നു, ഓരോന്നിനെ പറ്റി മനസ്സിലാക്കുന്നു. ദെൻ ഫൈനലി അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ് എന്നുള്ള പർച്ചേസ് ഡിസിഷൻ എടുക്കും. പർച്ചേസ് ചെയ്തതിന് ശേഷം പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ, വെദർ ഇറ്റ് ഈസ് ഗുഡ്, അദ്ദേഹം അത് ഷെയർ ചെയ്ത് തന്നിരിക്കും. ഗുഡ് അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ ഫീഡ്ബാക്ക്സ് നമുക്ക് തരും. അപ്പോൾ ആ രീതിയിലാണ് ഒരു കസ്റ്റമറുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് പോകുന്നത്. പ്രോബ്ലം റെക്കഗ്നിഷൻ, ഇൻഫർമേഷൻ സെർച്ച്, evaluation of alternatives, purchase decision and post-purchase behavior. In industrial buying behavior, the buying center typically includes only one purchasing manager, individuals from various departments such as engineering, finance and purchasing, only top level executives, external consultants only. Normally പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടാകും, അവരുടെ റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. സോ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണെങ്കിൽ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും അവരവരുടേതായ ബൈയിങ് ഡിസിഷൻസ് ഉണ്ട്. സോ ബൈയിങ് സെൻറ്ററിൽ അവരുടെ എല്ലാവരുടെയും റെപ്രസെൻറ്റേഷനും ഉണ്ടാവും. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കോഗ്നിറ്റീവ് ഡിസോണൻസ് റെഫേഴ്സ് ടു. കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിറ്റുവേഷൻ വെയർ യു ആർ നോട്ട് ഏബിൾ ടു ടേക്ക് ഡിസിഷൻ. അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന് അറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരു പറയുകയാണ്, നമുക്ക് ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് കാരണം പ്രശ്നം ഉണ്ടാവും നമുക്കറിയാം. പക്ഷേ സ്മോക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഡിക്റ്റിനെ സംബന്ധിച്ച് അതുവഴി അതിന് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മാച്ച് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനെയാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. രണ്ടും മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൺസോണൻസിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. സോ കൺസ്യൂമർ ബിഹേവിയറിൽ പോസ്റ്റ് പർച്ചേസ് ഡിസ്കംഫർട്ടാണ്, കോൺഫ്ലിക്റ്റാണ്. ഇത് ശരിയായോ നല്ലതാണോ ഇത് മോശമാണോ എന്നുള്ള ആ ഒരു കോൺഫ്ലിക്റ്റാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കോഗ്നിറ്റീവ് ഡിസോണൻസ് ഒക്കേഴ്സ് when a consumer experience conflicting feelings after making a purchase leading to discomfort. Okay. Then one more question. In the context of consumer behavior, cognitive dissonance refers to നമ്മൾ പറഞ്ഞു. ഇനി ഓർക്കുക, ജനറൽ പേപ്പറിൻ്റെ മെഗാ മാരത്തോൺ നാളെ നമുക്ക് ഉണ്ട്. 8 മണിക്കൂർ
സെഷൻസ് ആണ്. അതിനിടയിൽ നമ്മൾ ജനറൽ പേപ്പറിൻ്റെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിലാണ് മെഗാ മാരത്തോൺ വരുന്നത്. രാവിലെ 10 AM തൊട്ട് 6 PM വരെയാണ് സെഷൻ വരുന്നത്. അതിൽ രജിസ്റ്റർ ചെയ്യുക. സെഷൻ വഴി നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കവറേജ് എൻഷുർ ചെയ്യാൻ സാധിക്കും. ദെൻ അത് കൂടാതെ നമ്മളുടെ 10 ദിവസത്തെ JRF നേടിയെടുക്കാനുള്ള മാജിക്കൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി PYQ ലൈവ് സെഷൻസ് വെച്ചിട്ടാണ് ഈ ഒരു സെഷൻ പോകുന്നത്. PYQs ആർ ദി ബേസ്. നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി PYQs ആണ് ആവശ്യം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കവറേജ് എൻഷുർ ചെയ്യാൻ സാധിക്കും. സോ യു ക്യാൻ ജോയിൻ ദി റാപ്പ് അപ്പ് ബാച്ച്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ഇന്ന് ഈ ഒരു സെഷൻ വഴി പേപ്പർ 2 മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കുറേ MCQs നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ MCQസിൻ്റെ കൺസെപ്റ്റുകളും ബ്രീഫ്ലി ഞാൻ പറയുകയുണ്ടായി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ.